നമസ്കാരം. നമ്മുടെയെല്ലാം പേഴ്സിൽ നിന്ന് പണം നിശ്ശബ്ദമായി ചോർത്തുന്ന ആ അദൃശ്യനായ കള്ളനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇന്നത്തെ ഈ വിശകലനത്തില് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നതും ആ കള്ളനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് 5 കാര്യങ്ങളാണ്. 1. നാണയപ്പെരുപ്പം എന്ന ഈ അദൃശ്യനായ കള്ളൻ. 2. ഇതിന്റെ ആദ്യത്തെ കാരണമായ ഡിമാൻഡ് പുൾ. 3. കോസ്റ്റ് പുഷ്. 4. ഇതിലെ വിജയികളും പരാജിതരും ആരെല്ലാമാണ്. ഒടുവിലായി എങ്ങനെ ഇതിന്മേൽ നമുക്ക് നിയന്ത്രണം വീണ്ടെടുക്കാം എന്നിവയാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. അദൃശ്യനായ കള്ളൻ അഥവാ നാണയപ്പെരുപ്പം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നാണയപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്നത് എപ്പോഴെങ്കിലും ഒറ്റത്തവണ മാത്രമുണ്ടാകുന്ന ഒരു വിലക്കയറ്റമല്ല കേട്ടോ. മറിച്ച് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം വില നിരന്തരമായി തുടർച്ചയായി വർദ്ധിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതിലെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്നോ? സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നത് മാത്രമല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിന്റെ മൂല്യം അഥവാ പർച്ചേസിംഗ് പവർ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാകുന്നു എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പ്രതിയെ പരിചയപ്പെടാം. അതാണ് ഡിമാൻഡ് പുൾ. വളരെ കുറച്ചു സാധനങ്ങൾക്ക് പിന്നാലെ വളരെയധികം പണം പായുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈയൊരു വാചകം മതി ഡിമാൻഡ് പുൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ. വിപണിയിൽ സാധനങ്ങളുടെ സപ്ലൈ കുറയുകയും എന്നാൽ ആളുകളുടെ ഡിമാൻഡ് പെട്ടെന്ന് കൂടുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഒഴുകിയെത്തുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ചെലവുകൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിൽ കൂടുതൽ വരുമാനം വരുന്നതുകൊണ്ടാകാം, അതുമല്ലെങ്കിൽ വലിയ നിക്ഷേപങ്ങൾ വരുന്നതുകൊണ്ടാകാം. ഇതെല്ലാം വിപണിയെ വല്ലാതെ ചൂടുപിടിപ്പിക്കും. ഇതൊരു ഗ്രാഫിലൂടെ നോക്കിയാലോ? ഉൽപ്പാദനത്തേക്കാൾ ഡിമാൻഡ് കുതിച്ചുയരുമ്പോൾ അത് വില നിലവാരത്തെ അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് വലിച്ചുയർത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ അഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് വലത്തേക്ക് നീങ്ങുന്നു, അതോടൊപ്പം തന്നെ വിലയും ഉയരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കും? വില കൂടുമെങ്കിലും അതിലൊരു ചെറിയ ആശ്വാസമുണ്ട്. ഉൽപ്പാദനവും തൊഴിലവസരങ്ങളും തുടക്കത്തിൽ വർദ്ധിക്കാൻ ഇതൊരു കാരണമായേക്കാം. ഒരു ചെറിയ ബൂസ്റ്റ് കിട്ടുമെന്ന് പറയാം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രതിയിലേക്ക് വരാം. കോസ്റ്റ് പുഷ് നാണയപ്പെരുപ്പ്. ഇത് നമ്മുടെ ആദ്യത്തെ വില്ലനിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. ഇവിടെ ഡിമാൻഡ് കൂടിയതുകൊണ്ടല്ല, മറിച്ച് ഉൽപ്പാദനച്ചെലവ് അഥവാ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത് കാരണം നിർമ്മാതാക്കൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാൻ നിർബന്ധിതരാകുമ്പോഴാണ് ഈ കോസ്റ്റ് പുഷ് സംഭവിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം കൂട്ടേണ്ടി വരിക, അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം, പുതിയ നികുതികൾ, സപ്ലൈയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള കുറവ്, ഇതൊക്കെ ഉൽപ്പാദകരെ എങ്ങനെയാണ് വലിയൊരു സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇതും നമുക്ക് ഗ്രാഫിലൊന്ന് നോക്കാം. ഉൽപ്പാദന ചെലവ് കൂടുമ്പോൾ സ്വാഭാവികമായും സപ്ലൈ കുറയും, അതായത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഇടത്തേക്ക് മാറുന്നു. നിർഭാഗ്യവശാൽ ഇത് വില നിലവാരത്തെ വീണ്ടും മുകളിലേക്ക് തള്ളാൻ കാരണമാകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ രണ്ടാമത്തെ വില്ലൻ വിപണിയിലെ വിതരണത്തെ വല്ലാതെ പരിമിതപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ എല്ലാറ്റിനും വില കുത്തനെ കൂട്ടുകയും ചെയ്യുന്നു. വളരെ മോശമായ അവസ്ഥ അല്ലേ? ഇനി നാലാമത്തെ ഭാഗം നോക്കാം. ഈ കളിയിലെ വിജയികളും പരാജിതരും ആരെല്ലാമാണ്? ഇതൊരു രസകരമായ കാര്യമാണ്. നാണയപ്പെരുപ്പം എല്ലാവർക്കും അത്ര മോശമൊന്നുമല്ല കേട്ടോ. ഇവിടെ ഉൽപ്പാദകർക്കും വലിയ ബിസിനസ്സുകാർക്കും ഇത് ഗുണം ചെയ്തേക്കാം. പക്ഷേ നമ്മളെപ്പോലെയല്ല സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ഥിരവരുമാനക്കാരും സമ്പാദ്യത്തിൽ ജീവിക്കുന്നവരുമുണ്ടല്ലോ, അവർക്കിതൊരു വൻ തിരിച്ചടിയാണ്. പർച്ചേസിംഗ് പവർ കുറയെ മാത്രമല്ല ഇതിന്റെ കുഴപ്പം. സമൂഹത്തിലെ വരുമാനത്തിന്റെ കാര്യത്തില് വലിയൊരു അന്തരം ഇത് ഉണ്ടാക്കുന്നു. ഒപ്പം നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ആകെ വലിയൊരു അനിശ്ചിതത്വത്തിലേക്കും ഇത് തള്ളിവിടുന്നു. നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. എങ്ങനെ ഇതിന്മേൽ നിയന്ത്രണം വീണ്ടെടുക്കാം? ഈ പ്രശ്നങ്ങളെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ ചില ടൂളുകളുണ്ട്. മോണിറ്ററി പോളിസികൾ, ഫിസ്ക്കൽ പോളിസികൾ, പിന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, വില നിയന്ത്രണങ്ങൾ എന്നിവയാണവ. ഈ ലിവറുകൾ ഉപയോഗിച്ച് അധികാരികൾക്ക് ഡിമാൻഡ് പുൾ, കോസ്റ്റ് പുഷ് എന്നീ 2 വില്ലന്മാർക്കെതിരെയും ശക്തമായി പോരാടാൻ കഴിയും. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ആവശ്യത്തിലധികം പണം മാർക്കറ്റിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഡിമാൻഡ് പുള്ളായാലും, അതല്ല സാധനങ്ങൾ നിർമ്മിക്കാനുള്ള ചിലവ് കൂടുമ്പോഴുണ്ടാകുന്ന കോസ്റ്റ് പുഷായാലും, ഇതിന്റെ എല്ലാം ആഘാതം ഉപഭോക്താക്കൾ മുതൽ ഉൽപ്പാദകർ വരെയുള്ള എല്ലാവരെയും ബാധിക്കുന്നു എന്നതാണ് സത്യം. ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഇതിൽ പറഞ്ഞ മോണിറ്ററി, ഫിസ്ക്കൽ പോളിസികളോ ഉൽപ്പാദന വില നിയന്ത്രണങ്ങളോ ഇതിലേതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുക? നിങ്ങളുടെ സ്വന്തം വാങ്ങൽ ശേഷി സംരക്ഷിക്കാൻ ഈ ടൂളുകൾ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.
വീണ്ടും കാണാം.